ഇവിടെ യാതൊരു പ്രതിഷേധവുമില്ല. ഇവിടുത്തെ കമ്മിറ്റി ഇത് അപ്രൂവ് ചെയ്ത് വിടുക. ഇത് റിവൈസിങ് കമ്മിറ്റിക്ക് ആരാ വിട്ടത്? തീർച്ചയായിട്ടും ചെയർമാൻ്റെ വിവേചനാധികാരത്തിലാണല്ലോ വിട്ടത്. ഇവിടെയുള്ളവർ അത് കുഴപ്പം കണ്ടെത്തിയില്ലല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ആർബിട്രനെസ്സിനെയാണ് നമ്മൾ പ്രശ്നവൽക്കരിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് തുടർന്നുകൊണ്ടേ ഇരിക്കും. ഇത് തീർച്ചയായിട്ടും താങ്കൾ സൂചിപ്പിച്ച പോലെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി തടസ്സമില്ലാത്ത സർഗാത്മകതയ്ക്ക് വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പാണ്. അത് തുടർന്നുകൊണ്ടേയിരിക്കും. വിജയപരാജയങ്ങൾ ഒരു പ്രശ്നമല്ല. അല്ല, അപ്പം അന്ന് ഞങ്ങളെടുത്തൊരു നിലപാട് താങ്കൾ മറന്നുപോയി. ഇതൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യമല്ല എന്നെടുത്തത്. സമവായം ഉണ്ടാവുമെന്നൊക്കെ അറിയാനായിട്ട് ഞങ്ങളും നല്ല രീതിയിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് ധാരണയുള്ളവരാണല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു നിലപാടെടുത്തത്. JSK സമവായത്തിൽ എന്നാൽ നിർത്തിയേക്കാം. അങ്ങനെ ഒരു പ്രശ്നമല്ല ഇതിൻ്റെ ഒരു. നമുക്ക് വേണ്ടത് നേരത്തെ സൂചിപ്പിച്ച പോലെ, അതുകൊണ്ടാണല്ലോ ഒരു വലിയ നിവേദനം തയ്യാറാക്കി ഞങ്ങളുടെ പ്രതിനിധിയായിട്ട് ശ്രീ സുരേഷ് കുമാർ പോയിട്ട് കേന്ദ്രമന്ത്രിയെ കണ്ടത്. അത് ഇവിടം കൊണ്ട് ഇത് അവസാനിക്കരുത്. നാളെ വരുന്ന സംവിധായകർക്ക്, നിർമ്മാതാക്കൾക്ക്, എഴുത്തുകാർക്ക് നമുക്ക് വേണ്ടത് വ്യക്തതയാണ് വേണ്ടത്. ആശയ വ്യക്തത, നിയമപരമായ വ്യക്തത, സമീപന വ്യക്തത, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. അതിനുവേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഏത് മഹായുദ്ധവും മേശയ്ക്ക് ഇരുപുറമല്ലേ തീരുന്നത്. അപ്പോൾ സമവായം എന്ന് പറയുന്നത് നിങ്ങളത്ര മോശം വാക്കായിട്ടൊന്നും കാണണ്ട. പക്ഷേ ചെറുത്തുനിൽപ്പുകൾ തുടർന്നുകൊണ്ടേയിരിക്കും. എല്ലാ ചെറുത്തുനിൽപ്പും വിജയിക്കണമെന്നില്ല. ലോക ചരിത്രത്തെ മാറ്റിയിട്ടുള്ളത് പരാജയപ്പെട്ട ചെറുത്തുനിൽപ്പുകളാണ്. പിന്നെ പൂർണ്ണമായും വിജയിച്ച ഒരു വിപ്ലവവും ലോകത്തിൽ ഇന്നേ വരെ നടന്നിട്ടുമില്ല. അത് രണ്ട് കാര്യമാണ് ഇപ്പോൾ പറയാനുള്ളത്. ശരി.